പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുകേഷിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഒരു കാലത്ത് മലയാള സിനിമയുടെ രോമാഞ്ചമായിരുന്ന ഒരു നടനാണ് നമ്മുടെ മുകേഷ്. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ സിനിമാ ലോകം അടക്കി വാഴുന്ന സമയത്തും മുകേഷിൻ്റെ സിനിമകൾക്ക് വലിയ ഗ്യാരണ്ടി തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും അദ്ദേഹത്തിൻ്റെ സിനിമകൾ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. മുകേഷ് എന്ന വ്യക്തിയോട് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ മുകേഷിൻ്റെ ചില കുൽസിത വീഡിയോകൾ, ഓഡിയോ റെക്കോർഡുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്രൈം എന്ന് പറയുന്ന ചാനലാണത് പുറത്ത് വിട്ടത്. അദ്ദേഹം ആ ഒരു ചാനലിൽ പല എപ്പിസോഡുകളായിട്ടായിരുന്നു പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. എന്തായാലും നമ്മുടെ കള്ളക്കണ്ണുള്ള ഈ കാമുകനോട്, ശരിക്കും മുകേഷിന് ഇത്രയും പ്രായമായി, മധ്യവയസ്കനായി എങ്കിൽ പോലും ആ കള്ളക്കണ്ണും ആ കാമുകത്തരവൊന്നും മാറിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മുകേഷ് MLA കുൽസിത ഓഡിയോ ക്ലിപ്പുകൾ കേൾപ്പിച്ചു തരാം കേട്ടോ. ഹലോ, മുകേഷ് ഇന്നലെ രാത്രി വലിയ വിളിച്ചേ, അന്നേരം ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോഴും എവിടെ? ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ അടുത്ത് പുള്ളിക്കാരത്തി ഇതിൻ്റെ ആള് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വേറെ ആളിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഒരു 10 മിനിറ്റ് വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഇപ്പോൾ റൂമിൽ അടുത്ത ആളുണ്ട്. ആ ആൾ പോയി കഴിയുമ്പോൾ അടുത്ത ആളിനെ കയറ്റും. അപ്പോൾ ആ ഒരു ആൾ പോകുന്ന ഗ്യാപ്പിൽ കയറി വന്നോളാനാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തായല്ലേ എൻ്റെ പൊന്നോ. അതായത് ഇത് പിന്നീട് വിളിച്ച ഫോൺ കോളാണ്. ആദ്യത്തേത് കഴിഞ്ഞു, ഇത് രണ്ടാമത്തേതാണ്. ഇതിനകത്ത് വിളിച്ചിട്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നത് എവിടെയാണ്? ഞാൻ ഓഫീസിലാണ്, ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. പുള്ളിക്കാരന് പറ്റില്ല. അതാണ് പറയുന്നത്. രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാമോ എന്ന് ചോദിച്ചാൽ പാവം എന്താ പറയുന്നത്. അതേസമയം നേരത്തെ വിളിച്ചിട്ട്, തലേ ദിവസമേ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കൃത്യസമയത്തിന് ആളിനെ കയറ്റായിരുന്നു. എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് അവിടെ നിന്ന് ഓടി വരായിരുന്നു. ഇതിപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയില്ലേ. വലിയ കഷ്ടപ്പാട് തന്നെ മുകേഷ് ഏട്ടൻ്റെ കാര്യം. മുകേഷ് ഏട്ടനോ അങ്ങനെ പറയാൻ തോന്നുന്നില്ല. എന്തായാലും വലിയ കാര്യം തന്നെയാണ്, വലിയ കഷ്ടപ്പാട് തന്നെയാണ് നമ്മുടെ മുകേഷ് MLAയുടെ കാര്യം. പുള്ളിക്കാരൻ വൈകുന്നേരം വരെ എങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കും? വൈകുന്നേരം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫോൺ വയ്ക്കുന്നുണ്ട്. മുകേഷേട്ട പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ. ഞാൻ പറയുന്നത്
ഓ ഓ ഓ പുള്ളിക്കാരത്തി പറയുന്ന ഭയങ്കര തരികിടയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം 11 മണിയങ്ങാണ്ട് കഴിയുമ്പോ മുകേഷേട്ട ഫ്രീ ആവുമെന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ 11 മണിക്ക് വരുത്തുണ്ട് ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ് കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് മണിയായിട്ട് ഒന്നും കോള് വന്നില്ല. 2 മണിയായിട്ട് കോള് അപ്പൊ വിളിക്കണം. ഞാൻ കോട്ടയം ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയാം, ഞാൻ ഈ തീരാത്ത പണി ഓടി പടച്ചാണ്. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമാണ് കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികള് എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച് നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോണ്ട് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കും. ഓ നമ്മളെ ഒരു ഡൂഗ്ലി ആയിട്ടും എക്സ്പയർ ആയിട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെ ആയിട്ട് കണക്കാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വല്ലാത്തൊരു ചതിയായിപ്പോയി എന്നാലും ചാച്ചി ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാൽ പാവം എന്തിനാ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചത്. ഇല്ലില്ല, അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകും. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കര വാല്യൂ ഇല്ലേ? അതൊക്കെ കൊടുക്കുന്നതല്ലേ ഭയങ്കര ഇത് എന്നാണ് പറയുന്നത്. അയ്യേ, ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇതിനാണ് കള്ളവെടിവെപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പും അതും തമ്മിൽ രണ്ടാണ്. MLA അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ്. ഓരോ ഫയലും എടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു ക്വാറന്റൈനിലുള്ള. അവിടെ നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാതെ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ പാവം വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. വെയിറ്റ് ചെയ്യായിരിക്കും ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആഴ്ചയെ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാന്ന് പറയും. അതായത് ഞാൻ തിരിച്ചു വരും. ഞാൻ ഇപ്പൊ തന്നെ എങ്ങനെ തിരിച്ചു വരാൻ നീ എന്താ പറയുന്നത്? വണ്ടിക്കകത്തില്ലേ, ഞാൻ ഇപ്പൊ തിരിച്ചു വരും. ഉറപ്പാറ്റിക്കുന്നത് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്ന് നോക്ക് അങ്ങനെ അത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും നമ്മള് അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പൊ മണി എത്രയെന്നറിയാം? 4. എനിക്ക് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്ക്. ഓഫീസിലാണോ? ഇന്ന് വർഷങ്ങളാണല്ലേ? ഏത് ഷോപ്പുമായിട്ട് പിന്നെ കണ്ടില്ല. അങ്ങനെ പുള്ളിക്കാരത്തി തേച്ചിട്ട് പോയി. പിന്നെ ഒന്നും പോയില്ലെന്ന് തോന്നുന്നു അങ്ങോട്ട്. അതായത് ഈ പുള്ളിക്കാരത്തിയുടെ അടുത്തേക്ക് പിന്നെ പോയില്ല എന്ന് തോന്നുന്നു. പിന്നെ വീണ്ടും വിളിക്കുന്നതിൻ്റെ റെക്കോർഡാണ് കേട്ടോ. 7 റെക്കോർഡാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എത്രാമത്തതാണ്? ഇത് 3-മത്തതോ 4-മത്തതോ ആണ്. വിളിക്കാന്നൊക്കെ പറഞ്ഞു വിളിച്ചില്ല.
ഞാനൊരു കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് അത് നല്ല ചായ കുടിക്കണം, എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ എന്തോ ഞാനൊന്നൊരു കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ് ഞാൻ തരാമോ? വന്നാലും അവിടെ ആ ആളുണ്ടല്ലോ, പോട്ടില്ല. ഇനിയിപ്പം ഇപ്പഴേ പോത്തില്ല. ഒരു ഓണം പ്രമാണിച്ച് പോരും. നമുക്ക് എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് വാ. ഞാനെങ്ങനെ വരും? വണ്ടിയൊന്നും ഇല്ലാതെ എങ്ങനെ വരുമെന്ന്? ട്രെയിനുണ്ടോ? ട്രെയിനൊക്കെ പോയി തുടങ്ങി. ഹലോ, കേട്ടില്ല. അന്വേഷിക്കാം. ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അന്വേഷിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വീട്ടിലും തിരക്കിയിട്ടൊന്ന് പറഞ്ഞാൽ വരാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണെന്ന് സമയത്തിനനുസരിച്ച് പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ രാത്രി സമയം കിട്ടുമ്പോഴത്തേക്ക് വിളിക്കാം. ഹലോ ഹലോ, ഇത് പിന്നീടെത്തത്. നിനക്ക് വേറെ നമ്പർ ഉണ്ടോ? 2 നമ്പറുണ്ട്. BSNL. ചേട്ടാ എവിടാ? ഞാനിപ്പോ കൊല്ലത്തോട്ട് വന്നു. നാളെ ഇങ്ങോട്ട് വരുമോ? ഇന്ന് ഒന്നായതുകൊണ്ട് ഇവിടെ പരിപാടി ഉണ്ട് വൈകുന്നേരം. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തോട്ട് വരും. ഓണത്തിന് കാണാൻ തോന്നും. അതുകൂടാ ഓണത്തിന് ഞാൻ 28-ാം തീയതി ഇവിടെ അടയ്ക്കും, ഹോസ്റ്റൽ അടയ്ക്കും. 28-ാം തീയതി അടച്ചാ പിന്നെ ഒരു 6 ദിവസം അവധിയാ. ഞാൻ ഒരു 4 ദിവസം 28-ാം തീയതി വീട്ടിൽ പോയി കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞ് പിറ്റേന്ന് തിരിച്ചിങ്ങ് വരും. ചതയും നമ്മുടെ ആഘോഷമില്ല. എന്നാലും അവളെ ചതയൊന്നും ഇല്ല. ചതയത്തിനൊന്ന് വൈകുന്നേരം ഒക്കെ ഞാൻ എന്തോന്ന് നോക്കിയില്ല. കാര്യം ഇവിടെ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി 2 ദിവസം കഴിഞ്ഞ് വരും. പിള്ളേരില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കും. കാര്യം ആന്റി അടയ്ക്കുമെന്ന് പറഞ്ഞാലും മലപ്പുറത്തും ഒക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. മലപ്പുറത്ത് തൃശ്ശൂരൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പൊ അവര് മുസ്ലിം പിള്ളേരാണ്. അപ്പൊ അവരൊക്കെ ഇനി ഇപ്പൊ പോകുമെന്നുള്ള കാര്യം വന്നിട്ടില്ല. കാര്യം ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും അവർക്ക് അങ്ങോട്ട് ബസ്സും സൗകര്യവും ട്രെയിനും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അവർക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആന്റിക്ക് എന്തായാലും മോളെ വീട്ടിലൊക്കെ പോണം. അപ്പൊ ആന്റി പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് വേവിച്ച് കഴിക്കുവാണെങ്കിൽ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഇന്നിപ്പോ പോയോ? ഇവിടെ ഉണ്ടായിരുന്നോ അപ്പം? ഹലോ ഹലോ ഹലോ, കേട്ടുന്നില്ലേ? ആ കേൾക്കുന്നു. ഹലോ, ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. അവരൊക്കെ ഇനി വന്നോ? ഇവിടെ ഉണ്ടോ? തിരുവനന്തപുരത്താണ്. അതാ ഞാൻ അങ്ങോട്ട് പോകും. അല്ല, അതാന്ന് വെച്ചാൽ അവരൊക്കെ ഇവിടെ ഉണ്ടോ? അവര് വന്നു. അവരിനി എന്ന് തിരിച്ചങ്ങ് പോകും? ഓണത്തിന് പോകുന്നതാണ് ബെസ്റ്റ്. അതുകൂടെ ഓണത്തിന് 5-6 ദിവസം കാണുമായിരിക്കും അല്ലേ? അവിടെ അങ്ങ് പോകുമല്ലേ? ചിലപ്പോ ഈ ഇങ്ങനെയുള്ള സാഹചര്യം ചിലപ്പം യാത്രയൊക്കെ ഒഴിവാക്കും. അങ്ങനെ ഫ്രീ ആവുമ്പോൾ വിളിക്കാം. ശരി കേട്ടാ. ശരി എന്നാ. ഓക്കെ, ശരി. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരാളാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത്? അയ്യോ അല്ല വിളിച്ചിട്ട് എനിക്കാണെങ്കിലേ ഈ താഴത്ത് പല്ലിന്റെ
ഹലോ, ആ ഈ 32ാമത്തെ വയസ്സിലൊരു പല്ല് വരുമല്ലോ, അണപ്പല്ല്. അത് ശരി. അപ്പൊ അത് 3-4 ദിവസം കൊണ്ട് എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര നീര്. ആ പല്ല് വരുന്നതിന്റെ ഒരു ഇതില്ലയോ, വേദന ആണല്ലോ, ഭയങ്കര വേദന. അത് കുറച്ച് ദിവസം കൊണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ വരെ പോകാൻ പോകും. പാങ്ങോട് ഡെന്റൽ ക്ലിനിക്, പാങ്ങോട് ഷുവർ സ്മൈൽ ഡെന്റൽ ക്ലിനിക് എന്ന് പറയും. ഇവിടെ അടുത്തന്നെ. ഇല്ല, ഞാൻ റെഡി ആയതേ ഉള്ളൂ, പോവാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ കാപ്പിയെ കുടിച്ചോ? ഇല്ല, ഞാൻ കുടിക്കാൻ പോകുന്നത്. ഞാൻ കൊല്ലത്താണ്. ഞാൻ 2-3 ദിവസം നിർത്തുകയാണ്. എന്നാ ഇന്നാം തീരുമാനിച്ചില്ല. ചിലപ്പം ഇന്നിപ്പം 6 അപ്പൊ 9, 10 ഒക്കെ ആയിരിക്കും. 9, 10, 11 ആ ദിവസങ്ങളിൽ 2. ശനി ഞായറൊക്കെ ആയിരിക്കും. ഞായറാഴ്ച ആയിരിക്കും. അതെനിക്ക് ശനി ഞായറൊക്കെ പോയില്ലേ. ഷൂട്ട് വല്ലതും ആണോ അതോ എന്തോ? തിരുവനന്തപുരത്തെ എനിക്ക് കുമാരൻ ഒരു വീടുണ്ട്. അവിടെ കൊല്ലത്തൂടെ താമസിക്കുന്നത്. അപ്പം നാളെ മുതല് അവിടെ ആരും ഇല്ല. എല്ലാരും പാലക്കാട്ട് പോകും. വീടിങ്ങനെ വീട്ടിലിങ്ങനെ ഈ വീട്ടിൽ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു അപ്പാർട്ട്മെന്റ് വരും. അങ്ങനെ തെന്നമേൽ തിരുവനന്തപുരത്ത് വീടും ആളില്ലാത്ത വീടുകൾ നോക്കി ഈ ഒരു പണിയില്ലല്ലോ എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പൊ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് മുറയ്ക്കും വന്നിട്ട് അവിടെ നിന്ന് അവിടെ നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുമാരപുരത്ത് പൊതുജനം ലയം എന്ന് പറഞ്ഞിട്ട് അതായത് മറ്റേ ആ ദേവി സ്കാൻസ് ഒക്കെ ഇല്ല, അതൊക്കെ കഴിഞ്ഞ് കുമാരപുരം ജംഗ്ഷൻ, അതായത് മനസ്സിലായി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുന്ന ആ ജംഗ്ഷനാണ് പൊതുജനം ലയം. അവിടുന്ന് ഒരു 3 മിനിറ്റ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ബോട്ട് ഹൗസ് റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡ്. അതിന്റെ അവിടത്തെ അതിന്റെ ആ റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലമാണോ എന്റെ വീട്. വരുന്ന എന്നാ വരുന്നത്? 1, 10, 11. അതിന്റെ അടുത്ത് അവരൊക്കെ അറിയാമല്ലേ? ഞാൻ അവിടെ ദേവിക്കാൻസിന് മിക്കപ്പോഴും പോവാറുണ്ട്. അപ്പൊ അവിടെ ഞാൻ വിളിക്കാം. ഹലോ, പറഞ്ഞോ. മുകേഷേട്ടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അല്ല, ഞാൻ മുകേഷേട്ടാ, ഞാനാണെന്നുണ്ടെങ്കിൽ 5 ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ഇടുന്നൊരു കത്ത് കൊല്ലത്തോട്ട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണെങ്കിൽ അവര് കൊല്ലത്ത് മെയിൽ അയച്ചു. കൊല്ലത്തുനിന്ന് അവരുടെ ആ പാർട്ടി ഓഫീസിൽ ഒന്ന് ആരെങ്കിലും കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ, ഒന്ന് ബാലഗോപാൽ സഖാവിന്റെ ഓഫീസിലോട്ടൊന്ന് മെയിൽ അയപ്പിക്കാൻ വേണ്ടിട്ട്. കിഫ്ബി ഇല്ലേ, കിഫ്ബി അറിയാമോ? കിഫ്ബിയിലൊരു ഇന്റർവ്യൂ കഴിഞ്ഞ എനിക്ക്. അത് എനിക്ക് കിഫ്ബിയിലോട്ടൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ആൾക്കാരൊരു ജോലിക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അതുകൊണ്ടാണ് അത് ഇത് പിന്നെ ഈ പറഞ്ഞ കിഫ്ബിയൊക്കെ ആകുമ്പോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിട്ടുള്ള ഇതില്ലേ. അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഞങ്ങളുടെ അവിടുന്ന് പിന്നെ പാർട്ടി ഓഫീസിൽ പോയി 2 ദിവസം മുന്നേ. എന്നിട്ട് പിന്നെ അത് ഏരിയ സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത് ഏരിയ സെക്രട്ടറി അത് കൊല്ലത്തോട്ട് മെയിൽ അയച്ചു. കൊല്ലം ഓഫീസിൽ മെയിൽ അയച്ചു, DC ഓഫീസില്.
അപ്പം ഈ നിയമം തകാൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ പോലെ. എനിക്ക് അങ്ങേരെ അടുത്ത് പറയാൻ അങ്ങേര് ഭയങ്കര മോടയാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ കൊല്ലത്തുനിന്ന് പിന്നെ കൊല്ലം DC ഓഫീസിൽ പറഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് അയക്കാൻ പറയാം അങ്ങോട്ടും. ബാലഗോപാൽ പറയൂ. ശരി, ഓക്കെ, താങ്ക് യു. ഇതാണ് ഞെട്ടിക്കുന്ന ആ ഒരു 7 ഫോൺ കോൾസുകൾ. എന്തല്ലേ, എത്രയോ പകൽമാന്യന്മാർ. ഇവനെയൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എന്ത് നല്ല നീറ്റ് ആളുകളാണ്. ശരിക്കും നമ്മളറിയാതെയുള്ള മറ്റൊരു മുഖം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്തായാലും കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഇത് ഒട്ടുമിക്ക ചാനലുകളിലും വന്നതായിരുന്നു ഈ ഒരു ഫോൺ കോൾസ്. ഇപ്പോൾ വന്നിട്ട് തന്നെ കുറേ ദിവസമായി. ഇത് ക്രൈം ചാനലിലായിരുന്നെങ്കിൽ ഇത് അവരാണ് ഫസ്റ്റിൽ ഇട്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓരോന്നോരോന്നായിട്ട് ഇട്ടത്. ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് കേൾപ്പിച്ചതാണ് നിങ്ങളെ. എന്തായാലും മുകേഷ് MLA തനി നിറം പുറത്ത് വന്നിട്ട് കുറച്ച് ദിവസമായി, എങ്കിലും കുറച്ചായി അങ്ങേരെ തനിക്കുണം വെളിയിൽ വരാനായിട്ട് തുടങ്ങിയിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. ഇങ്ങനെയൊക്കെയുള്ള നടക്കുന്നവന്മാരെയൊക്കെ എന്ത് പറയാനാണ് അല്ലേ? എന്തായാലും നല്ല MLA, നല്ല ജോലി. സഖാക്കന്മാരുടെ എന്ന് പറയണ്ട, എല്ലാ ആളുകളും കണക്കാണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇതുപോലെ ഒരു വടിക്കുള്ള മരുന്ന് പറഞ്ഞു വരുമ്പോൾ. അതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ മുകേഷ് സഖാവിൻ്റെ സ്വഭാവം അടിപൊളിയായി എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും